ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബിൽ ക്ലിക്ക് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽ ബട്ടണും പ്രസ് ചെയ്യുക. അപ്പോൾ ഞാനിടുന്ന എല്ലാ വീഡിയോസും മിസ്സാവാതെ കാണാൻ സാധിക്കും. ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ഇത്തരത്തിലുള്ള ഈ ഫ്രിൽഡ് ഫ്രോക്ക് തയ്ക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. അതിനുവേണ്ടിയുള്ള സ്റ്റാൻഡേർഡ് ബോഡി മെഷർമെൻറ്റ്സിനെ പറ്റിയാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. അതിനു മുൻപൊരു കാര്യം, ഒരേ പ്രായത്തിലുള്ള കുട്ടികളെല്ലാവരും തന്നെ ഒരു സൈസിലും ഒരു ഷേപ്പിലും ആയിരിക്കണമെന്നില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു സ്റ്റാൻഡേർഡ് മെഷർമെൻറ്റ് ചാർട്ട് ആക്യുറേറ്റ് ആണെന്ന് പറയാൻ സാധിക്കില്ല. പ്രത്യേകിച്ച് ചെസ്റ്റ്, വേസ്റ്റ്, ഹിപ്പ് പോലുള്ള റൗണ്ട് മെഷർമെൻറ്റിൻ്റെ കാര്യത്തിൽ. ബാക്കിയുള്ള ഷോൾഡർ അല്ലെങ്കിൽ ഇപ്പോൾ നെക്ക് വിഡ്ത്ത്, നെക്ക് ലെങ്ത്ത്, ആം ഹോൾ ഡെപ്ത്ത്, ബോഡീസ് ലെങ്ത്ത് അതെല്ലാം തന്നെ ഏകദേശം സെയിം ആയിരിക്കും. ഒരു 1/4 ഇഞ്ചിൻ്റെയോ അല്ലെങ്കിൽ 1/2 ഇഞ്ചിൻ്റെയോ വ്യത്യാസം മാത്രമേ അവിടെ കാണത്തുള്ളൂ. പക്ഷേ ചെസ്റ്റ്, വേസ്റ്റ്, ഹിപ്പ് ഈ 3 മെഷർമെൻറ്റ്സിലും 1 മുതൽ 1.5 ഇഞ്ച് വരെ കൂടുതലോ കുറവോ വന്നേക്കാം. എങ്കിലും ബിഗിനേഴ്സിന് അളവെടുത്ത് കഴിയുമ്പോൾ ഈ ഒരു ചാർട്ടുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ അവർക്കൊരു ഐഡിയ കിട്ടും. കൂടാതെ ഈസിന് വേണ്ടിയുള്ള അഥവാ ലൂസിന് വേണ്ടിയുള്ള അളവും സീം അലവൻസും നമ്മളിതിൽ ആഡ് ചെയ്തിട്ടില്ല. അപ്പോൾ ഇതെങ്ങനെയാണ് മെഷർമെൻറ്റ്സ് മാർക്ക് ചെയ്യണതെന്ന് നമുക്കൊന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മളൊരു ചാർട്ട് പേപ്പറിനകത്തേക്ക് മെഷർമെൻറ്റ്സ് എല്ലാം മാർക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇവിടെ നമ്മൾ തുണിയുടെ പോലെ തന്നെ ചാർട്ട് പേപ്പറിനെ 4 ആക്കിയിട്ട് മടക്കിയിട്ടിരിക്കുകയാണ്. എന്നിട്ട് ഇവിടെ ഒരു മാർജിൻ ലൈൻ കൊടുത്തു. ഇവിടെ നിന്ന് താഴേക്കാണ് നമ്മൾ മെഷർമെൻറ്റ്സ് കൊടുക്കുന്നത്. 1 വയസ്സ് പ്രായമുള്ള കുട്ടിയുടെ അളവിനാണ് നമ്മളിപ്പോൾ ഇതിനകത്ത് മെഷർമെൻറ്റ്സ് കാണിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഷോൾഡർ 4 ഇഞ്ച് എടുത്തിട്ടുണ്ട്. നെക്ക് വിഡ്ത്ത് 1.5 ഇഞ്ച് എടുത്തു. ലെങ്ത്ത് 2 ഇഞ്ച് എടുത്തു. ഇതിനകത്ത് നമുക്ക് ഇഷ്ടമുള്ള ഡിസൈൻ കൊടുക്കാം. ഞാനിവിടെ ഇപ്പോൾ ഒരു യു ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. ഈ ഷോൾഡർ പോയിന്റിൽ നിന്നും താഴേക്ക് ഒരു 1/4 ഇഞ്ചിൻ്റെ ഷോൾഡർ സ്ലോപ്പ് കൊടുക്കാം. ഷോൾഡർ സ്ലോപ്പിൽ നിന്നും താഴേക്ക് 3.25 ഇഞ്ച് ആം ഹോൾ ഡെപ്ത്ത് കൊടുത്തിട്ടുണ്ട്. ഹോൾ ഡെപ്ത്തിൻ്റെ ഈ പോയിന്റിൽ നിന്നും ഇങ്ങോട്ടൊരു ലൈൻ വരയ്ക്കുക. അതാണ് ചെസ്റ്റ് ലൈൻ. അവിടെ ചെസ്റ്റ് മാർക്ക് ചെയ്യുക. ഇവിടുത്തെ ചെസ്റ്റ് 20 ഇഞ്ചായിരുന്നു. അപ്പോൾ അതിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 5. എന്നിട്ട് 3/4 ഇഞ്ച് ഈസിന് വേണ്ടി എടുത്തിട്ടുണ്ട്. അപ്പോൾ 5.25 ഇഞ്ചിൽ മാർക്ക് ചെയ്തു. എന്നിട്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഫ്രീ ഹാൻഡായിട്ട് വരച്ചു കൊടുത്തു. അതാണ് ബാക്ക് ആം ഹോള്. ഇതിൻ്റെ ഹാഫിൽ ഒരു മാർക്കിംഗ് കൊടുക്കുക. ഇവിടെ നിന്ന് ഇങ്ങോട്ട് 1/4 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതും ഫ്രീ ഹാൻഡായിട്ട് ഇങ്ങനെ വരച്ചെടുത്തു. 3 വയസ്സ് പ്രായമുള്ള കുട്ടിയുടെ ഫ്രോക്ക് തയ്ക്കുന്ന വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അതിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അതൊന്ന് കണ്ടു നോക്കൂ കേട്ടോ. ഇനി നമുക്ക് ബോഡീസ് ലെങ്ത്ത് 7 ഇഞ്ചിൽ മാർക്ക് ചെയ്ത് കൊടുക്കാം. അവിടെ നമ്മുടെ വേസ്റ്റ് മെഷർമെൻറ്റ് കൊടുക്കാം. ഇവിടെ 19 ആയിരുന്നു. അപ്പോൾ 4.25 പ്ലസ് 3/4 ഈസിന് വേണ്ടി കൊടുത്തു. അപ്പോൾ 5.5. അങ്ങനെ നമ്മൾ 5.5യിൽ മാർക്ക് ചെയ്തു. കുട്ടികൾക്കാവുമ്പോൾ ഈ ചെസ്റ്റും വേസ്റ്റും വലിയ വ്യത്യാസം ഉണ്ടാവണമെന്നില്ല. ചിലർക്ക് ചെസ്റ്റും വേസ്റ്റും സെയിം ആയിരിക്കും. അപ്പോൾ നമ്മൾ അതിനനുസരിച്ച് വരയ്ക്കുക. ഇതാണ് നമ്മുടെ ബോഡീസിൻ്റെ ഒരു പാറ്റേൺ. ഇത് നമുക്ക് കട്ട് ചെയ്യാം. ബാക്ക് നെക്കും ഫ്രണ്ട് നെക്കും നമുക്ക് ഒന്നുകിൽ ഒരുമിച്ച് കട്ട് ചെയ്യാം, അല്ല ബാക്ക് നെക്ക് കുറച്ച് കയറ്റിയാണ് കട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇവിടെ ഇപ്പം ഞാൻ രണ്ടും സെയിം ആയിട്ടാണ് കട്ട് ചെയ്യുന്നത്. ഇതാണ് നമ്മുടെ ബാക്ക് പാർട്ട്. ഇനി ഈ ഫ്രണ്ട് പാർട്ടിലെ ഈ ഒരു ആം ഹോളിൻ്റെ ഭാഗം കൂടെ കട്ട് ചെയ്ത് കളയാം. ഇതാണ് ഫ്രണ്ട് പാർട്ട്. ഇനി നമ്മളിത് തുണിയിൽ വെച്ച് കട്ട് ചെയ്യുമ്പോൾ ഷോൾഡറിൻ്റെ അവിടെ 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് കൊടുക്കുക. ആം ഹോളിൻ്റെ അവിടെ 1/4 ഇഞ്ച്, നെക്കിൻ്റെ അവിടെ 1/4 ഇഞ്ച്. ഇവിടെ 1/2 ഇഞ്ച് കൊടുക്കുക. ബോഡി പാർട്ടിൽ 1.5 ഇഞ്ച്. ഇതും ഞാൻ വളരെ ഡീറ്റെയിൽ ആയിട്ട് ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കൂ കേട്ടോ. ഇങ്ങനെയാണ് നമ്മൾ ബോഡീസ് പാർട്ട് കട്ട് ചെയ്തെടുക്കുന്നത്. ഇനി നമുക്ക് ഓരോ ഏജിൻ്റെയും ബേസിക് ബോഡി മെഷർമെൻറ്റ്സ് നോക്കാം. ഇതിൽ ഷോൾഡർ ടു നീ എന്ന് പറഞ്ഞിരിക്കുന്ന അളവ്, ആ മുട്ട് വരെയുള്ള ഭാഗത്തിൻ്റെ അളവ് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ബാക്കി ഫ്രോക്കിന് എത്ര ലെങ്ത്ത് വേണം എന്ന് നമുക്കൊരു ഏകദേശം ഒരു ധാരണ കിട്ടും. അതിന് വേണ്ടിയിട്ടാണ്.
അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ. താങ്ക് യു.